അപ്പോൾ തിയററ്റിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് ഒന്ന് പാസ് എന്ന് പറഞ്ഞു, PAS, പിന്നെ ഐഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അതൊരു അക്രോണിയമാണ് പാസ് എന്ന് പറയുന്നത്, PAS എന്ന് പറഞ്ഞിട്ട്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം, A എന്ന് പറഞ്ഞാൽ അജിറ്റേഷൻ, പിന്നെ S എന്ന് പറയുകയാണെങ്കിൽ സൊല്യൂഷൻ. അതായത് നമ്മളൊരു ക്ലയൻറ്റിൻ്റെ കാര്യം പറയുകയാണ്. ഈ ക്ലയൻറ്റ് പറയുമ്പോൾ ക്ലയൻറ്റ് ആ വിഷയം അതാണ് പ്രോബ്ലമായിട്ട് കാണുന്നത്. ആ വിഷയത്തിനെ നമ്മൾ ആ വിഷയം അഡ്രസ്സ് ചെയ്തതിന് ശേഷം, ഞാൻ റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവ് പറഞ്ഞ കേട്ടോ, ആ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തതിന് ശേഷം അതിനെ അജിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ അതിനെ ഒന്ന് വിപുലീകരിക്കും, അതിനെ എലാബറേറ്റ് ചെയ്യിക്കും. എന്തിനാ? ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എവിടേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ എഫക്ട്സ് കുറച്ചും കൂടെ വൈഡ് സ്പ്രെഡ് ആക്കി കാണിച്ചുകൊണ്ട് അജിറ്റേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു സൊല്യൂഷൻ രീതിയിൽ ഈ പ്രൊഡക്റ്റിനെ കാണിച്ചു. ഐഡിയ ആണെന്നുണ്ടെങ്കിലും, ഐഡിയ എന്ന് പറഞ്ഞാൽ AIDA. ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, പിന്നെ ഡിസയർ ആൻഡ് ആക്ഷൻ. എന്ന് വെച്ചാൽ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മുടെ ഹെഡ്ലൈനോ അല്ലെങ്കിൽ കണ്ടൻറ്റോ എന്ത് വേണം, ആൾക്കാർ ശ്രദ്ധിക്കണം, അങ്ങനെ അറ്റൻഷൻ വാല്യൂ വേണം. രണ്ടാമത് വരുന്നത് എന്താണ്? ഇൻട്രസ്റ്റാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ മേലെ കാണുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരണം. ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞ് പിന്നെ ഡിസയറാണ്. ആ പ്രോഡക്റ്റ് സ്വന്തമാക്കാനുള്ളൊരു ഡിസയർ ഈ പറഞ്ഞ കണ്ടൻറ്റ് കൊണ്ട് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. എന്തൊക്കെ മെത്തേഡ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ എന്താണ്, അല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എവിടെ നിന്ന് എൻഡ് ചെയ്തു, എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മളെ ടച്ച് ചെയ്ത് പോയത്, ഇതൊക്കെ അതിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നാലാമത് വരുന്നത് എന്താണ്? ആക്ഷനാണ്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ കൺസ്യൂമർ അല്ലെങ്കിൽ ആസ് എ റീഡർ അയാൾ കൺസ്യൂമറായിട്ട് കൺവേർട്ട് ചെയ്യാണ്, അയാൾ അത് പർച്ചേസ് ചെയ്യുന്നു. ഇതാണ് ഐഡിയയും കൊണ്ടും പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.